സത്യം പറഞ്ഞാൽ ഇപ്പോൾ EMI എടുക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഏതാണ്ട് അവർക്ക് കിട്ടിയ അനുഗ്രഹം കണക്കാണ് കാണുന്നത്. അതായത് പണം എന്ന് പറഞ്ഞാൽ ഈ വീട് വെക്കാനായിട്ടൊക്കെ ആൾക്കാർ ലോൺ എടുക്കുന്നു, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ഇപ്പം നിനക്ക് വണ്ടി എടുക്കണമെങ്കിൽ നിനക്ക് EMI ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ ലോൺ എടുത്തെടുക്കാം. ഒരു കാർ എടുക്കാനാണെങ്കിലും ബൈക്ക് എടുക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് ചെറിയൊരു ഫോൺ എടുക്കാനാണെങ്കിൽ കൂടെ നിനക്ക് EMI ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഈ ഒരു സാധനം പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്നത്, ഞാൻ EMI ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നാ കൂട്ടുകാരുടെ ഇടയിൽ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഐഫോൺ, എല്ലാ മാസവും ഇത്ര രൂപ ശമ്പളം വരുന്നതിന് കൊടുത്ത് അടച്ചു തീർക്കാം. ഒരു വർഷം അത്രയെങ്കിലും എങ്ങനെയാണോ നീ പൈസ കൊടുക്കുന്നത്, എങ്ങനെയാണോ ആ ഒരു ഇതിന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും തന്നെ അടച്ചു തീർത്തോളൂ. ആ ഒരു ഇതാണ് ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്നത്. അതായത് ആ ഒരു കുറച്ച് വെച്ച് ജീവിതകാലം മൊത്തം അടച്ചാണെങ്കിലും തീർന്നോളും, കയ്യിൽ ഈ ഒരു സാധനം ഇരിക്കും, മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ഇത് കാണിക്കാൻ പറ്റും എനിക്ക്. നിൻ്റെ ആ ഒരു ഫീലിങ് ആണ് നിൻ്റെ ലൈഫിനെ അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു സാധനം. അത് മിക്ക ആൾക്കാർക്കും, നിൻ്റെ എൻ്റെയും ചുറ്റുമുള്ള 99% ആൾക്കാരും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നതല്ല, അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നത്. സ്വന്തം കയ്യിൽ ഇല്ലാത്ത പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ, അതാണിപ്പോൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സ്വയമായിട്ട് പൈസ വെച്ച് ഐഫോൺ എടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് EMI ആയിട്ട് എടുത്തിട്ട് പിന്നെ കുറേ നാൾ അടച്ചു തീർക്കാനുള്ള പ്രഷറുമായിട്ട് നടക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർ മേടിക്കാനുള്ള ഇതില്ലെങ്കിൽ കൂടെ ആവശ്യമില്ലാത്ത ലോണ്, കടം, എല്ലാ സാമാനവും എടുത്തിട്ട് വണ്ടി മേടിക്കും, വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിടും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കതിൽ കയറി പോകാനുള്ള ഇതുകൊണ്ടല്ല, പുറത്തുള്ളവരെ കാണിക്കാനുള്ള ആ ഒരു ഇതുകൊണ്ട്. ഞാൻ നിന്നടുത്ത് മെയിനായിട്ട് ഒറ്റ കാര്യം പറയട്ടെ, നീ വണ്ടി മേടിക്കുന്നതിലോ നീ ഫോൺ മേടിക്കുന്നതിലോ ഞാൻ ഒരിക്കലും നിന്നെ തെറ്റ് പറയുന്നതല്ല ഇത്. പക്ഷേ നീ ആ ഒരു സാധനം മേടിക്കുമ്പോഴത്തേക്കും നീ ഒരിക്കലും വേറൊരുത്തരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല മേടിക്കേണ്ടത്, നിനക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരുത്തൻ ഇല്ലാത്ത കടം മൊത്തം എടുത്ത് കയ്യിൽ നിൽക്കാത്ത പൈസക്ക് ലോൺ എടുത്തിട്ട് പോയി ഒരു വണ്ടി മേടിച്ച് അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ ആ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ജീവിതകാലം മൊത്തം എടുത്ത് അവൻ അടച്ചു തീർക്കാനുള്ള ലോണായിരിക്കും ആ വണ്ടി മേടിച്ച് അവൻ്റെ മുറ്റത്ത് കൊണ്ട് ഇടുമ്പോഴത്തേക്കും അവൻ തലയെ കയറ്റി വെക്കാൻ പോകുന്നത്. അവൻ ആ ഓരോ പ്രാവശ്യം വണ്ടിയിൽ കയറി യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ മനസ്സിൽ അവന് തോന്നാൻ പോകുന്ന കൂപ്പ്, ഇതിൻ്റെ ഈ ലോൺ ഞാൻ ഇനി ഇത്ര വർഷം അടച്ചു തീർക്കാനുണ്ടല്ലോ. ആ ഒരു പ്രഷർ അവൻ്റെ തലയിലുണ്ട്. ആ ഒരു സാധനം അല്ല നിനക്ക് വേണ്ട. നീ ഒരു സാധനം നിന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ നീ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊരുത്തരെ കാണിക്കാൻ വേണ്ടി ആകരുത്, നീ ജീവിക്കുന്നത് നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ലൈഫിൽ നീ ഉണ്ടാക്കുന്ന ഓരോ കാര്യവും വേറൊരുത്തരെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കാതെ നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുക. ആ ഒരു രീതിയിൽ നീ ജീവിക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ലൈഫിൽ ആ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. നിന്റെ ലൈഫിൽ ഇപ്പോൾ നിനക്ക് സംഭവിക്കാൻ പറ്റുന്ന രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ നിനക്ക് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ എന്താണ്ടൊക്കെ ആണെന്നുള്ള രീതിയിലാക്കി ജീവിക്കാൻ പറ്റും. അതായത് മറ്റുള്ളവർ നോക്കുമ്പോഴത്തേക്കും പുറമേ നോക്കുമ്പോൾ അവൻ്റെ അടുത്ത് വണ്ടി, അവൻ്റെ അടുത്ത് ഐഫോൺ, അവൻ്റെ അടുത്ത് ഇത്, അവൻ്റെ അടുത്ത് അത്, അവൻ ഏതാണ്ട് വലിയ സംഭവമാണ്. പക്ഷെ നിന്റെ മനസ്സിൽ നിനക്ക് എപ്പോഴും കിടക്കാൻ പോകുന്നത്, എനിക്ക് അങ്ങനെ അടക്കണമല്ലോ, എനിക്ക് ഈ കടം തീർക്കാനുണ്ട്, എനിക്ക് ആ പൈസ അടക്കാനുണ്ട്. ജീവിതകാലം മൊത്തം ആ ഒരു പ്രഷർ അനുഭവിച്ചുകൊണ്ട് നിനക്കൊരിക്കലും ജീവിതത്തിൽ ഒരു മനസ്സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ നീ എന്താണ്ടൊക്കെ കോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ നിൻ്റെ റിയൽ ലൈഫിൽ നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ പോകുന്നില്ല അത് വെച്ച്. അല്ലെന്നാണെങ്കിൽ നിനക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാക്കുന്ന ഓരോ സാധനം അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ഇതായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും, പക്ഷേ ആ ഒന്നും തോന്നാത്തവന്മാരെ കൊണ്ട് നിനക്ക് ശരിക്കും ആ ഒരു സാധനം തോന്നിപ്പിക്കാൻ പറ്റും. നിൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാക്കുന്ന ഓരോ സാധനവും അത് നീയായിട്ട് തന്നെ നിനക്ക് വേണ്ടി നീ ഉണ്ടാക്കുന്നത്, അവനെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ആ ഒരു രീതിയിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നീ ഒരു BMW ഒന്നും എടുത്തില്ലെങ്കിലും ചെറിയൊരു ഓൾട്ടോ മേടിച്ചാണെങ്കിലും നിൻ്റെ ആ ഒരു കഴിവനുസരിച്ച് നീ വീട്ടിൽ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു മനസ്സമാധാനമുണ്ട്, നിനക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് കയറി ഇരിക്കുമ്പോഴത്തേക്കും. ഞാൻ നിന്നോട് ഇവിടെ പറയുന്നത് നീ ആ ഒരു ലിമിറ്റഡ് ആയിട്ട് നിൽക്കാനല്ല, നിൻ്റെ ആ ഒരു പുഷ് കൊണ്ടുവരേണ്ടത് നീ നിൻ്റെ ഉള്ളിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. നിനക്ക് നിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഡ്രൈവ് ഉണ്ടാകണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എനിക്ക് എൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യണം. അല്ല മറ്റുള്ളവന്മാരെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് നീ ജീവിച്ചു കഴിഞ്ഞാൽ നീ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ എനിക്കെന്തെങ്കിലും ഉണ്ടാക്കണമെന്നും പറഞ്ഞ് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ പറയുന്ന സാധനമല്ല ഉണ്ടാക്കുകയും ചെയ്യും, നിൻ്റെ ചുറ്റും നിൽക്കുന്നവന്മാരെല്ലാം അത് കാണുകയും ചെയ്യും. ആദ്യം ആൾട്ടോയിൽ നിന്ന് തുടങ്ങിയതെന്നും പറഞ്ഞ് നീ ഒരിക്കലും ഒരു BMW എടുക്കത്തില്ലെന്ന് ഒരുത്തനും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വീടിൻ്റെ വാതിക്കയിൽ BMW ഒരു പ്രാവശ്യം മേടിച്ചിട്ടവന് അത് കയറിയിരിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു മനസ്സമാധാനമില്ല, ഒരു ഇതും തോന്നുന്നില്ല, ജസ്റ്റ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് കാര്യമില്ല. അതാണ് ആ ഒരു ഡിഫറൻസ്. അതിപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എപ്പോഴൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എനിക്കറിയാം, കുറേണം പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ബ്രോഡാ എനിക്ക് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ അങ്ങനെ താഴ്ന്നു നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല,
എൻ്റെ മനസ്സിലും ആ ഒരു ഈഗോ ഉണ്ട്. കാരണം നിൻ്റെ ഈഗോ കാണിക്കണ്ട, അവനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നീ ഇത് ഉണ്ടാക്കി വെക്കേണ്ടത്. നിൻ്റെ ആ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം നിന്നെ അവന്മാർ കളിയാക്കട്ടെ, നീ അവന്മാരുടെ ഫ്രണ്ടിൽ താന്ന് നിൽക്കുമായിരിക്കും. അപ്പോൾ നിനക്ക് നിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ ആ ഒരു ഫീലിങ് അവന്മാരെ കാണിക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതിനേക്കാളും കൂടുതൽ അവന്മാരങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് എന്തെങ്കിലും ആക്കിയെടുക്കണമെന്നുള്ള. അല്ലാതെ നീ ജസ്റ്റ് അവന്മാരുടെ ഫ്രണ്ടിൽ താന്ന് നിൽക്കുകയെന്നും പറഞ്ഞ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് സാക്രിഫൈസ് ചെയ്ത് ജസ്റ്റ് അവന്മാരുടെ ഫ്രണ്ടിൽ ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല അത് വെച്ച്. സോ ഏറ്റവും മെയിനായിട്ട് ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിൻ്റെ ജീവിതം അത് കംപ്ലീറ്റ് ആയിട്ട് നീ നിനക്ക് വേണ്ടി ജീവിക്കും. വേറൊരുത്തനെ കാണിക്കാൻ വേണ്ടിയിട്ടോ വേറൊരുത്തൻ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തോ വേറൊരുത്തൻ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് ഓർത്തോ ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ജീവിതത്തിൽ മര്യാദക്ക് മുന്നോട്ട് പോകാൻ പറ്റാൻ പോകുന്നില്ല. നിനക്ക് മറ്റുള്ളവന്മാരെ കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിനക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിൻ്റെ ലൈഫിൽ നീ ഒരിക്കലും ആ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാൻ പോകുന്നില്ല. പക്ഷെ അല്ല, നീ നിനക്ക് വേണ്ടി എപ്പോഴാണോ ജീവിക്കുന്നത്, നീ നിൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഓരോ സാധനവും അത് നിനക്ക് വേണ്ടിയാണെന്നുള്ള ബോധത്തിൽ നീ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവന്മാരെല്ലാം അത് കാണുകയും ചെയ്യും. പക്ഷേ എന്നാൽ അവന്മാർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിന്നെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നീ അവിടെ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. നീ മറ്റൊരുത്തൻ്റെ ചിന്തകൾക്ക് അടിമപ്പെട്ടല്ല അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആ ഒരു രീതിയിൽ നീ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ലൈഫിൽ നിന്നെ വേറെ ഏതൊരുത്തം വന്ന് പുറമേ നിന്ന് തളർത്താൻ നോക്കിയാലും നിന്നെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നീ എപ്പോഴും അവന്മാരെക്കാളും മേളിൽ ബിൽഡായി കയറി പോകാനേ പോകുന്നുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കല്ല, അത് വേറൊരുത്തനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഒരു ഇത് നിൻ്റെ ലൈഫിലോട്ട് നീ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നീ അഫ്കോഴ്സ് 100% ഗ്യാരണ്ടിയിടാ നിൻ്റെ ചുറ്റുമുള്ള അവന്മാരെക്കാളും കൂടുതൽ നീ ബിൽഡ് ചെയ്യുന്നുണ്ടാകും. അതെല്ലാം നീ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. സോ ആ ഒരു മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്യും. ഒരുത്തരം കാണിച്ച് ജീവിക്കാതെ അവന്മാരുടെ ഫ്രണ്ടിൽ ജീവിച്ച് കാണിക്കും. ഐ ഹോപ്പ് ദാറ്റ് ഡു മേക്ക് സെൻസ്.